ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്കും കൗൺസിലർമാർക്കും 1 രൂപ പോലും ശമ്പളമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. 24 മണിക്കൂറും ജോലിയും ഞായറാഴ്ച പോലും ഒഴിവില്ലാതെ, അതുപോലെ തന്നെ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന നമ്മുടെ മെമ്പർമാർക്കും കൗൺസിലർമാർക്കും 1 രൂപ പോലും ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിനപ്പുറത്തേക്ക് ഓണറേറിയം കിട്ടുന്നുണ്ട്. അത് വളരെ തുച്ഛമായ, മെമ്പർമാർക്ക് 7000 മുതൽ, അതുപോലെ തന്നെ കൗൺസിലർമാർക്ക് ഏകദേശം ഒരു 8200ഓളം രൂപ മാത്രമാണ് ഓണറേറിയം ലഭിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ഫിനാൻഷ്യലി ബെനിഫിഷ്യൽ അല്ലാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അല്ലേ? അപ്പോൾ അവർ നമുക്ക് വേണ്ടി ഒരുപാട് വെയിൽ കൊള്ളുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഒരുപാട് അവർ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അവിടെയാണ് പവർ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് പലതരത്തിലുള്ള ബജറ്റുകൾ പാസ്സാക്കുന്നു, ഫിനാൻഷ്യൽ പവർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, സെലക്റ്റീവ് പവർ, ഓരോ ലൈഫ് മിഷൻ പദ്ധതി, അങ്ങനെയുള്ള പല പദ്ധതികളും അത് ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരക്കാരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പവറാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്ന് ജയിച്ച ആളുകൾ അവർ കേവലം രാഷ്ട്രീയക്കാർ മാത്രമല്ല, വളരെയധികം അധികാരങ്ങളുള്ളവരാണ്. അവരെ നമ്മൾ ആ നിലക്ക് ബഹുമാനിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുക.